നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അടൂർ പ്രകാശും കെ ബാബുവും മാറി നിൽക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം ഉമ്മൻചാണ്ടി തള്ളി. അതിനിടെ താനും മത്സരരംഗത്ത് നിന്ന് പിന്മാറുമെന്ന് ഉമ്മൻചാണ്ടിയുടെ ഭീഷണി. അന്തിമ തീരുമാനം സോണിയാഗാന്ധി കൈക്കൊള്ളുമെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. സോണിയാഗാന്ധിയുമായി നേതാക്കളുടെ ചർച്ച വൈകിട്ട് 7:30 നടക്കും. വിവരങ്ങളുമായി സന്തോഷ് സലിംഗ് ചേരുന്നുണ്ട്. സലിംഗ്, ഏറ്റവും പുതിയ വിവരങ്ങൾ ദില്ലിയിൽ നിന്നും. സൗമ്യ, അവസാനവട്ട പ്രതീക്ഷ എന്ന നിലയിലാണ് ഇന്ന് അടിയന്തര സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ നടന്നത്. പക്ഷേ ആ യോഗത്തിൽ പോലും അഭിപ്രായ ഐക്യം ഉണ്ടായില്ല. ഇതേ തുടർന്ന് വിഷയം സോണിയാഗാന്ധിക്ക് വിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രിമാരെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ VM സുധീരനും ഉമ്മൻചാണ്ടിയും രണ്ട് തട്ടിൽ തന്നെ നിലയുറപ്പിച്ചു. കെ ബാബുവിനെ അടൂർ പ്രകാശിനെയും അന്തിമഘട്ടത്തിൽ ഒഴിവാക്കിയാലോ എന്നൊരു ആലോചന വന്നു. അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ താനും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ആ ചർച്ച അലസിപ്പിരിഞ്ഞു. എന്തായാലും ഇരു കൂട്ടർക്കും സ്വീകാര്യമായ ഒരു ഒത്തുതീർപ്പ് ഫോമുല ഉണ്ടാകാനുള്ള സാഹചര്യം ഇപ്പോഴില്ല. ആരെങ്കിലും ഒരാൾക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഉമ്മൻചാണ്ടിക്കോ VM സുധീരനോ തന്റെ പഴയ നിലപാടുകളിൽ നിന്ന് മാറ്റം വരുത്തേണ്ടി വന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാവുകയുള്ളൂ. 7 അരിയോടുകൂടി സോണിയാഗാന്ധിയെ കേരളത്തിൽ നിന്നുള്ള 3 നേതാക്കളും സംയുക്തമായി കാണുന്നുണ്ട്. നിലവിലെ നടന്ന ചർച്ചയിൽ പ്രശ്നപരിഹാരമാകാത്ത കാര്യവും ഇവർ നേതാക്കളെ സോണിയാഗാന്ധിയെ അറിയിക്കും. അതിനുശേഷം സോണിയാഗാന്ധി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ എന്നാണ് നേതാക്കളുടെ നിലപാട്. എന്തായാലും കടുത്ത വാഗ്വാദങ്ങൾ ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലും ഉണ്ടായി. മല്ലികാർജ്ജുന ഖാർഗെയും മുകുൾ വാസ്നിക്കും പലതവണ ഈ 3 നേതാക്കളെയും പ്രത്യേകം കണ്ട് സംസാരിച്ചു. പക്ഷെ അപ്പോഴും നിലപാടിൽ മാറ്റം വരുത്താൻ തയ്യാറായില്ല. 7 സിറ്റിംഗ് MLA-മാർ, 3 മന്ത്രിമാർ, ഇവരുടെ കാര്യത്തിലാണ് ഇപ്പോഴും തർക്കം രൂക്ഷമായിക്കൊള്ളുന്നത്. അതിൽ 3 മന്ത്രിമാരുടെ കാര്യത്തിൽ KC ജോസഫിന്റെ കാര്യത്തിലൊക്കെ ഇവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന സൂചനകളുണ്ട്. കാരണം നേരത്തെ സതീശൻ പാച്ചേനിയാണ് ഇരിക്കൂറിൽ KC ജോസഫിന് പകരം VM സുധീരൻ നിശ്ചയിച്ചത്. പക്ഷേ ഏറ്റവും അവസാനം തീരുമാനിച്ചിരിക്കുന്ന പുതിയ ലിസ്റ്റ് പ്രകാരം കണ്ണൂരിൽ സതീശൻ പാച്ചേനി മത്സരിക്കും. അങ്ങനെയെങ്കിൽ ഇരിക്കൂറിൽ സതീശൻ പാച്ചേനി മത്സരിപ്പിക്കുന്ന എന്ന നിലയിൽ മാറ്റം VM സുധീരൻ വരുത്താൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ KC ജോസഫ് ചിലപ്പോൾ രക്ഷപ്പെടും. എന്നാൽ കെ ബാബു അടക്കമുള്ളവർക്ക് കോന്നിയിൽ അടൂർ പ്രകാശനും സീറ്റ് നഷ്ടപ്പെടാനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യത. സന്തോഷ് സാലിംഗാണ് വിവരങ്ങൾ നൽകിയത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഇനി സോണിയാഗാന്ധി കൈക്കൊള്ളുമെന്ന് രമേശ് ചെന്നിത്തല. വൈകിട്ട് 7:30 കേരള നേതാക്കൾ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. തീരുമാനങ്ങളായിട്ടില്ല. വൈകുന്നേരം 7:30 സോണിയാജിയുടെ അധ്യക്ഷതയിൽ മീറ്റിംഗ് ഉണ്ടാവും. ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഒന്നും ശരിയല്ല. എല്ലാ തീരുമാനങ്ങളും 7:30 സോണിയാജിയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാകും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ TN പ്രതാപൻ കയ്പമംഗലത്ത് സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്ത് പുറത്ത്. കയ്പമംഗലത്ത് ഏറ്റവും വിജയസാധ്യത ഉള്ളത് തനിക്കാണ് എന്നാണ് പ്രതാപൻ കോൺഗ്രസ് ഉപാധ്യക്ഷനെ അറിയിച്ചത്. രാഹുൽ ഗാന്ധി തന്നെ ഈ കത്ത് തെരഞ്ഞെടുപ്പ് സമിതിയിൽ വായിച്ചു. എന്നാൽ കത്ത് അയച്ചിട്ടില്ല എന്ന് പ്രതാപൻ പ്രതികരിച്ചു. പ്രതാപന്റെ ആദർശ പൊയ്മുഖം അഴിഞ്ഞു വീണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. മത്സരിക്കാനില്ലെന്നും സംഘടനാ പ്രവർത്തനം നടത്താനാണ് താല്പര്യമെന്നും പ്രഖ്യാപിച്ച് കയ്യടി നേടിയ TN പ്രതാപൻ തൃശൂരിലെ കയ്പമംഗലത്ത് സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്താണ് പുറത്തുവന്നത്. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ പ്രതാപൻ അയച്ച ഡിജിറ്റൽ കത്ത് തെരഞ്ഞെടുപ്പ് സമിതിയിൽ വായിച്ചു. പിന്നീട് സീറ്റ് നൽകാൻ അനുവാദം നൽകുകയും ചെയ്തു. കയ്പമംഗലത്ത് ഏറ്റവും വിജയസാധ്യത ഉള്ളത് തനിക്കാണെന്നും മുസ്ലിം വോട്ടർമാരുടെ പിന്തുണയുണ്ടെന്നും അറിയിച്ചാണ് TN പ്രതാപൻ കത്തയച്ചത്. എന്നാൽ കത്ത് പുറത്തുവിട്ടത് രാഷ്ട്രീയ എതിരാളികളാണെന്ന വ്യാഖ്യാനമാണ് പ്രതാപൻ നടത്തിയത്. ഞാൻ ഒരു തരത്തിലും അത്തരത്തിൽ ഒരു കത്ത് അയച്ചിട്ടുമില്ല. 100% അടിസ്ഥാനരഹിതമാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുമല്ലോ. ആ നല്ല സുഹൃത്തുക്കളുടെ ഒരു സ്ക്രീൻ പ്ലേ ആയി അതിനെ കണ്ടാൽ മതി. അതേസമയം പ്രതാപനെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. TN പ്രതാപന്റെ ആദർശ പൊയ്മുഖം അഴിഞ്ഞു വീണുവെന്ന് ഡീൻ കുര്യാക്കോസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു. പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന് പറഞ്ഞ പ്രതാപൻ KSU ജില്ലാ പ്രസിഡന്റിന്റെ അവസരം തട്ടിയെടുത്തെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. തനിക്ക് ഉറപ്പ് ലഭിച്ചിരുന്ന സീറ്റാണ് പ്രതാപന്റെ നീക്കത്തിലൂടെ നഷ്ടമായതെന്ന് ശോഭ സുബിൻ പറഞ്ഞു. തുടക്കത്തിൽ ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ പേരുണ്ടായിരുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ടായിരുന്നു. കാരണം തൃപ്രയാർ ഡിവിഷൻ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്തിൽ 6500ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ടായിരുന്ന LDFന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് കയ്പമംഗലം നിയോജകമണ്ഡലം ഉൾപ്പെടുന്ന 2 പഞ്ചായത്തുകൾ കൂടി ഉൾപ്പെടുന്ന സ്ഥലത്താണ്. ആ തീരുമാനത്തിൽ നിന്നാണ് കയ്പമംഗലം നിയോജകമണ്ഡലത്തിലേക്ക് മത്സരിക്കണം എന്ന് പറയുന്ന നിർദ്ദേശം പാർട്ടി തരാൻ തയ്യാറായതും ഞാൻ മാനസികമായിട്ട് അതിന് തയ്യാറായതും. എന്നാൽ KSU പ്രസിഡന്റിന് ഇനിയും അവസരമുണ്ടല്ലോ എന്നായിരുന്നു പ്രതാപന്റെ മറുപടി. കൊടുങ്ങല്ലൂരിൽ പരാജയ സൂചന മുന്നിൽ കണ്ടാണ് മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നതായി TN പ്രതാപൻ പ്രഖ്യാപിച്ചത്.
സിറ്റിംഗ് MLA ആയ VS സുനിൽകുമാർ കയ്പമംഗലത്ത് നിന്ന് മാറുന്നതായി അറിഞ്ഞതോടെയാണ് ആദർശം പറഞ്ഞ പ്രതാപൻ സീറ്റ് ഉറപ്പിക്കാൻ രഹസ്യ കരുക്കൾ നീക്കിയത്. പ്രതാപന്റെ ആദർശമുഖം പുകഴ്ത്തിയ VM സുധീരനുള്ള കനത്ത തിരിച്ചടിയുമായി ഈ രഹസ്യ നീക്കം. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. സുരേന്ദ്രൻപിള്ള കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻപിള്ള നേമത്ത് സ്ഥാനാർത്ഥിയായേക്കും. ഇതിനായി JDU നേതൃത്വവുമായി ആശയവിനിമയം നടത്തി. കടുത്തുരുത്തി സീറ്റ് വിജയസാധ്യതയില്ലാത്തതാണെന്ന് സുരേന്ദ്രൻപിള്ള ആവർത്തിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാനാണ് സുരേന്ദ്രൻപിള്ളയുടെ തീരുമാനം. ഇതിനായി JDUവുമായി ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. പുതിയ രാഷ്ട്രീയ നിലപാടെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സുരേന്ദ്രൻപിള്ള കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ യോഗം വിളിച്ചത്. പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചതായി സുരേന്ദ്രൻപിള്ള അറിയിച്ചു. ഞങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന കടുത്തുരുത്തി സീറ്റ്, ആ സീറ്റിൽ മത്സരിച്ച് വിജയിക്കാമെന്നുള്ള ഞങ്ങളുടെ ചെയർമാൻ്റെ ആഗ്രഹം, അത് മെയ് 19-ാം തീയതി ആകുമ്പോൾ ആസ്ഥാനത്താകുമെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും നല്ലവണ്ണം ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ എൻ്റെ വർക്കിംഗ് ചെയർമാൻ സ്ഥാനം കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ചു. തന്നോടൊപ്പം തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ ജില്ലാ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളും രാജിവെച്ചതായി സുരേന്ദ്രൻപിള്ള അവകാശപ്പെട്ടു. 2 ദിവസങ്ങൾക്ക് മുമ്പ് ജനതാദൾ നേതാവ് വീരേന്ദ്രകുമാറുമായി കോഴിക്കോട് വെച്ച് സുരേന്ദ്രൻപിള്ള ചർച്ച നടത്തിയിരുന്നു. JDUവിൽ ചേരുന്നതിനുള്ള ആശയവിനിമയം ആരംഭിച്ചു കഴിഞ്ഞതായി സുരേന്ദ്രൻപിള്ള പറഞ്ഞു. കഴിഞ്ഞ LDF സർക്കാരിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സുരേന്ദ്രൻപിള്ള ഇത്തവണ തിരുവനന്തപുരം സീറ്റ് ജനാധിപത്യ കേരള കോൺഗ്രസിന് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് പാർട്ടിയിലെ എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടാകുമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂർ പറഞ്ഞു. അങ്കമാലി, കോതമംഗലം, മൂവാറ്റുപുഴ സീറ്റുകളാണ് പരിഗണിക്കുന്നത്. ആരുടെ പിന്തുണ ലഭിച്ചാലും സ്വീകരിക്കുമെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ച് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മത്സരരംഗത്ത് വരുന്ന പക്ഷം ഞാൻ തിരഞ്ഞെടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നത് മൂവാറ്റുപുഴ, കോതമംഗലം, അങ്കമാലി ഈ 3 മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലുമാണ്. ആ മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും മത്സരിക്കുമ്പോൾ മത്സര രംഗത്ത് സ്ഥാനാർത്ഥിയായി വന്നാൽ ആരുടെ പിന്തുണയും സ്വീകരിക്കുന്നതിൽ ഒരു മടിയുമില്ല. തിരുവല്ലയിൽ ജോസഫ് എം പുതുശ്ശേരിയെ മത്സരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത്. 12 മണ്ഡലം പ്രസിഡന്റുമാരാണ് പരസ്യമായി പുതുശ്ശേരിക്കെതിരെ രംഗത്തെത്തിയത്. PJ കുര്യനും നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥി വിഷയത്തിൽ DCC ജനറൽ സെക്രട്ടറിമാരടക്കം പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയതിനു പിന്നാലെയാണ് തിരുവല്ലയിൽ ജോസഫ് എം പുതുശ്ശേരിയെ മത്സരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട തിരുവല്ല നിയോജക മണ്ഡലത്തിലെ 12 കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായ വിക്ടർ T. തോമസിനെ തോൽപ്പിക്കാൻ പ്രവർത്തിച്ച ആൾക്ക് സീറ്റ് നൽകുന്നത് ശരിയല്ലെന്ന് കാണിച്ച് പരസ്യ പ്രസ്താവനയും ഇവർ ഇറക്കിയിട്ടുണ്ട്. പുതുശ്ശേരിക്ക് സീറ്റ് നൽകുന്നത് UDF-നോടുള്ള അവഹേളനമാണ്. ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ നിയോഗിച്ചാൽ ഇവർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ബുദ്ധിമുട്ടാണെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ജോസഫ് എം പുതുശ്ശേരിക്ക് സീറ്റ് നൽകരുതെന്ന് നേരത്തെ PJ കുര്യനും ആവശ്യപ്പെട്ടിരുന്നു. പുതുശ്ശേരി മത്സരിച്ചാൽ വിക്ടറിന്റെ അനുകൂലികളും വിക്ടർ മത്സരിച്ചാൽ പുതുശ്ശേരിയുടെ അനുകൂലികളും പരസ്പരം കാലുവാരും എന്ന ആശങ്കയ്ക്കിടയിലാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ തന്നെ ഇത്തരത്തിൽ പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പുനലൂരിലും കരുനാഗപ്പള്ളിയിലും KPCCക്കെതിരെ രൂക്ഷ വിമർശനവുമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. തങ്ങൾക്ക് പരിചിതമല്ലാത്ത ചിഹ്നങ്ങളും സ്ഥാനാർത്ഥികളെയും കെട്ടിയിറക്കുന്നതിനെതിരെയാണ് പോസ്റ്ററുകളിൽ പ്രതിഷേധം. മറ്റ് ചിഹ്നങ്ങൾ അനുവദിച്ച് കോൺഗ്രസ് പ്രവർത്തകരെ അപമാനിക്കരുതെന്നും പോസ്റ്ററുകളിൽ പറയുന്നു. കരുനാഗപ്പള്ളിയിൽ പേയ്മെന്റ് സീറ്റും നേതാക്കന്മാർക്ക് ഭാരവാഹിത്വം പണം വാങ്ങി നൽകുന്നതായും ആരോപിക്കുന്നു. മതമേലധ്യക്ഷന്മാരുടെ വാക്കുകേട്ടല്ല ജനങ്ങൾ വോട്ട് ചെയ്യുക എന്ന് ജസ്റ്റിസ് കമാൽ പാഷെ. ചിന്തിക്കുന്ന മലയാളികൾ നല്ല വ്യക്തികൾക്ക് മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂവെന്നും മറ്റു കാര്യങ്ങൾ അവരെ സ്വാധീനിക്കുകയില്ലെന്നും കമാൽ പാഷ കൊച്ചിയിൽ പറഞ്ഞു. ആരെങ്കിലും ഒരാൾ പറയുന്ന കേട്ട് ആരെങ്കിലും വോട്ട് ചെയ്യും? ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് ഒരാൾ ഒരു വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാർക്കും വോട്ട് ചെയ്യണേ എന്ന് എന്റെ എത്ര അടുത്ത ആള് പറഞ്ഞാലും ഞാൻ ആലോചിക്കും അയാൾ വോട്ട് കൊടുക്കണോ വേണ്ടയോ. അങ്ങനെ ചെയ്യാറുള്ളൂ. ഇവിടെ മതമേലധ്യക്ഷന്മാരെന്ന് പറഞ്ഞിട്ട് ആരും വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ
ആരും. ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കാനുള്ള ശക്തിയുള്ളവരും കഴിവുള്ളവരുമാണ്. അവര് ചിന്തിക്കും, അവര് നോക്കണം, നല്ല ആളുകൾക്ക് നോക്കി വോട്ട് ചെയ്യും. അതാണ് അത് ഒരു നല്ലത്. വേറെ ഒന്നും അതിനകത്ത് വേറെ കാര്യങ്ങളും മതത്തിന്റെ ആ കെട്ടുപാടുകളോ അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിലുള്ള മറ്റു കാര്യങ്ങളോ ഒന്നും ആളുകൾ നോക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കോഴിക്കോട് കൊയിലാണ്ടിയിൽ എൻ സുബ്രഹ്മണ്യനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ പ്രതിഷേധം. KP അനിൽകുമാർ അനുകൂലികളാണ് പ്രതിഷേധിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, വിവരങ്ങൾ. കോഴിക്കോട് കൊയിലാണ്ടിയിൽ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളായി നേതാക്കൾ തമ്മിൽ തുടർന്ന വടംവലിയാണ് പരസ്യമായ പ്രതിഷേധങ്ങളിലെത്തിയത്. നിലവിൽ എൻ സുബ്രഹ്മണ്യനെ കൊയിലാണ്ടിയിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. എന്നാൽ ഇതിനെതിരെ പരസ്യമായി KP അനിൽകുമാറിന്റെ അനുയായികളാണ് രംഗത്തെത്തിയത്. ഇന്ന് രാവിലെ കൊയിലാണ്ടിയിലും ചെങ്ങോട്ടുകാവിലും ചേമഞ്ചേരിയിലും പയ്യോടിയിലും ഇതിനെതിരായ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. കൊയിലാണ്ടിയിൽ നടന്ന പ്രകടനത്തിൽ ഏതാണ്ട് 200-ലധികം പ്രവർത്തകരാണ് പങ്കെടുത്തത്. ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് എൻ സുബ്രഹ്മണ്യന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പേയ്മെന്റ് സീറ്റാണെന്നും അതോടൊപ്പം തന്നെ സോളാർ ആരോപണ വിധേയനായ എൻ സുബ്രഹ്മണ്യനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യമായി പ്രവർത്തകർ നഗരത്തിലുടനീളം പോസ്റ്ററും പതിച്ചിട്ടുണ്ട്. കൊയിലാണ്ടിയിൽ ജനങ്ങൾക്കിടയിൽ സജീവമായി പ്രവർത്തിക്കുന്ന KP അനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാത്ത പക്ഷം നിസ്സഹകരണം ഉൾപ്പെടെയുള്ള പ്രതിഷേധവുമായി തെരഞ്ഞെടുപ്പിൽ രംഗത്തെത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ ഭാരവാഹികളുടെ രാജി ഉണ്ടാകുമെന്നും KP അനിൽകുമാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം കൊയിലാണ്ടി നഗരത്തിൽ 5 മണിയോടുകൂടി ഒരു കൂട്ടായ്മ, വലിയ രീതിയിലുള്ള ഒരു കൂട്ടായ്മയും വിമതർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൗമ്യ. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ ഇടത് തരംഗമെന്ന ടൈംസ് നൗ ഇന്ത്യ TV സി വോട്ടർ അഭിപ്രായ സർവേ. LDF 86 സീറ്റുകളിൽ വിജയം നേടും. UDFന് 53 സീറ്റുകളും BJPക്ക് 1 സീറ്റുമാണ് സർവേ പ്രവചിക്കുന്നത്. സോളാർ ഉൾപ്പെടെ സർക്കാരിന്റെ അഴിമതി UDFന് തിരിച്ചടിയാകുമെന്നാണ് സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം വോട്ടർമാരും അഭിപ്രായപ്പെട്ടത്. UDF സർക്കാരിന്റെ പ്രവർത്തനത്തിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രകടനത്തിലും കേരളത്തിലെ ജനങ്ങൾ തൃപ്തരല്ല. UDF സർക്കാരിന്റെ പ്രവർത്തനത്തിൽ തൃപ്തിയില്ലെന്ന് സർവേയിൽ പങ്കെടുത്ത 45% പേരും അഭിപ്രായപ്പെട്ടപ്പോൾ 21% പേരാണ് ഭരണത്തിൽ സംതൃപ്തരാണെന്ന് അഭിപ്രായപ്പെട്ടത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രകടനം മോശമെന്ന് 43.3% പേർ അഭിപ്രായപ്പെട്ടു. വോട്ടർമാരുടെ കണ്ണിൽ ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രധാന പ്രശ്നം അഴിമതി തന്നെ. സർവേയിൽ പങ്കെടുത്ത 37.3% പേരാണ് അഴിമതി മുഖ്യപ്രശ്നമായി ചൂണ്ടിക്കാട്ടിയത്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, വർഗീയത തുടങ്ങിയ വിഷയങ്ങളും വോട്ടർമാർ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമ്പോൾ മാനദണ്ഡമാക്കുമെന്നാണ് സർവേയിൽ വ്യക്തമാകുന്നത്. ഇടതുപക്ഷം അധികാരത്തിലെത്തുമെന്ന് അടിവരയിടുന്ന സർവേ LDFന് 86 സീറ്റുകളും UDFന് 53 സീറ്റുകളും NDAക്ക് 1 സീറ്റും ലഭിക്കുമെന്ന് പ്രവചിക്കുന്നു. 2011 തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് UDFന്റെ വോട്ട് ശതമാനത്തിൽ വലിയ ഇടിവുണ്ടാകും. 2011 45.8 നിന്നും 41% വോട്ട് ശതമാനം കുറയുക. സീറ്റുകൾ ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ച് ബംഗാളിൽ ഇടതുപക്ഷം ഇത്തവണ കരുത്തുകാട്ടുമെന്നും സർവേ പറയുന്നു. തമിഴ്നാട്ടിൽ AIDMK വീണ്ടും അധികാരത്തിലെത്തുമെന്ന് വ്യക്തമാക്കുന്ന സർവേ അസമിൽ BJPക്കാണ് നേരിയ മുൻതൂക്കം പ്രവചിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മദ്യവിൽപ്പനയിൽ വൻ വർധനവ്. 2015-16 സാമ്പത്തിക വർഷം വിറ്റഴിച്ചത് 10,534 കോടി രൂപയുടെ മദ്യം. മുൻ വർഷത്തെ അപേക്ഷിച്ച് 1,414 കോടി രൂപയുടെ അധിക വിൽപ്പന. ബിയർ വിൽപ്പനയിലും ഗണ്യമായ വർധന. 2015-16 വിറ്റത് 136 ലക്ഷം കേസ് ബിയർ. 2014-15 വിറ്റത് 85 ലക്ഷം കേസ് ബിയർ മാത്രമാണ്. മദ്യനയം ഫലം കാണുന്നില്ല എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 2014-2015 9,120 കോടി രൂപയുടെ മദ്യമാണ് സംസ്ഥാനത്ത് വിറ്റഴിച്ചതെങ്കിൽ ഒരു വർഷം പിന്നിടുമ്പോൾ അത് 10,534 കോടിയുടേതായി മാറി. 1,414 കോടി രൂപയുടെ അധിക വിൽപ്പന. ഫെബ്രുവരി 28 വരെയുള്ള കണക്കുകളാണ് ഇത്. മാർച്ച് മാസത്തെ കണക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ വിൽപ്പന 11,500 കോടിയിലേക്ക് എത്തുമെന്നാണ് സൂചന. 185 ലക്ഷം കേസ് മദ്യമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം വിറ്റഴിച്ചത്. ബിയർ വിൽപ്പനയിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 85 ലക്ഷം കേസ് ബിയർ വിറ്റഴിച്ചുവെങ്കിൽ ഇത്തവണ അത് 136 ലക്ഷം കേസായി ഉയർന്നു. 41 ലക്ഷം കേസിന്റെ അധിക വിൽപ്പന. ബാറുകൾ പൂട്ടിയതോടെ അധികമായി പാർലറുകൾ അനുവദിച്ചത് ബിയർ വിൽപ്പന ഉയരാൻ ഇടയാക്കിയിട്ടുമുണ്ട്. സർക്കാരിന്റെ മദ്യനയം ഫലം കാണുന്നില്ലെന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മദ്യനയം മൂലം സംസ്ഥാനത്ത് മദ്യ ഉപഭോഗം കുറയുന്നു എന്നായിരുന്നു സർക്കാരിന്റെ വാദം. വ്യാജവാറ്റ് വർദ്ധിച്ചതും വൻതോതിൽ കഞ്ചാവിന്റെ ഉപഭോഗം വർദ്ധിച്ചതുമാണ് മദ്യനയത്തിന്റെ ബാക്കി പത്രം. KG ദിനകർ, തിരുവനന്തപുരം. പീപ്പിൾ എക്സ്ക്ലൂസീവ്.
ഇടുക്കി വാഗമണ്ണിൽ പട്ടയത്തിലെ സർവേ നമ്പർ തിരുത്താനുള്ള റവന്യൂ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത്. ദുരിതം നേരിടുന്ന കർഷകർക്ക് പട്ടയം ലഭിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുത്തി പുകമറ സൃഷ്ടിക്കാനാണ് സർക്കാർ തീരുമാനമെന്ന് DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് ആരോപിച്ചു. വാഗമണ്ണിൽ 1 ലക്ഷം രൂപയ്ക്ക് ഒരേക്കർ ഭൂമി ലഭിക്കുമെന്നും റോയ് കെ പൗലോസ്. ഇടുക്കി വാഗമണ്ണിൽ പട്ടയത്തിലെ സർവേ നമ്പർ സ്വകാര്യ വ്യക്തിക്ക് തിരുത്തി നൽകാനുള്ള റവന്യൂ വകുപ്പിന്റെ വിവാദ ഉത്തരവിനെതിരെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രംഗത്തു വന്നത്. പ്രദേശത്ത് ആയിരക്കണക്കിന് കർഷകരുടെ പട്ടയത്തിൽ സമാന തെറ്റുകൾ വന്നിട്ടുണ്ട്. ഇവരെ റവന്യൂ ഉദ്യോഗസ്ഥർ പീഡിപ്പിക്കുന്നു. 1 ലക്ഷം രൂപ കൈക്കൂലി നൽകിയാൽ ഉദ്യോഗസ്ഥർ ഒരേക്കർ ഭൂമിക്ക് രേഖകൾ നൽകുന്ന സ്ഥിതിയാണ് വാഗമണ്ണിലെന്നും DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് പറഞ്ഞു. ഇങ്ങനെ സർവേ നമ്പർ തെറ്റിക്കിടക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ആ മേഖലയിലെ ഒരു ആയിരക്കണക്കിന് കർഷകരെ നിരന്തരമായിട്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഏത് ഗവൺമെൻറ് ഇരുന്നാലും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. 1 ഏക്കർ സ്ഥലത്തിന് 1 ലക്ഷം രൂപ വെച്ച് കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ ചില ഉദ്യോഗസ്ഥന്മാർ അതെല്ലാം ശരിയാക്കി കൊടുക്കും, ഒരു കുഴപ്പമില്ല. അവൻ NOCയും കൊടുക്കും, അവർ പോക്കുവരവും ചെയ്തു കൊടുക്കും. പണമുണ്ടോ അവിടെ NOC ഉണ്ട്, പോക്കുവരവും ചെയ്യും, ഒരു തടസ്സവും. നിലവിലെ വിവാദം കർഷകർക്ക് ലഭിക്കാനുള്ള ആനുകൂല്യം നൽകാതിരിക്കാനുള്ള പുകമറ സൃഷ്ടിക്കലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടെ കാണുന്നൊരു പ്രത്യേകത എന്നറിയോ, ചില നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുകമറ ഉണ്ടാക്കുക. പട്ടയ പ്രശ്നം പരിഹരിക്കാൻ നിയോഗിച്ച റവന്യൂ സംഘത്തിന്റെ പ്രവർത്തനത്തിലും കോൺഗ്രസ് ജില്ലാ നേതൃത്വം അതൃപ്തി പ്രകടിപ്പിച്ചു. ഹോപ്പ് പ്ലാന്റേഷന് ഭൂമി പതിച്ചു നൽകിയ നടപടി പിൻവലിക്കണമെന്ന DCCയുടെ ആവശ്യം നിലനിൽക്കെയാണ് വാഗമൺ സർവേ നമ്പർ തിരുത്തൽ വിവാദത്തിലും എതിർപ്പറിയിച്ച് ജില്ലാ കോൺഗ്രസ് നേതൃത്വം രംഗത്തു വന്നിരിക്കുന്നത്. ലെസ്ലി ജോൺ, ന്യൂസ്. പശ്ചിമബംഗാൾ, അസം നിയമസഭകളിലേക്കുള്ള 1ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. പശ്ചിമബംഗാളിലെ 18ഉം അസമിലെ 65 മണ്ഡലങ്ങളിലേക്കും മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കും. 1 മാസത്തോളം നീണ്ടുനിന്ന പരസ്യപ്രചാരണത്തിനാണ് പശ്ചിമബംഗാളിലും അസമിലും ഇന്ന് കൊട്ടിക്കലാശമാകുന്നത്. പശ്ചിമബംഗാളിൽ BJPയുടെ കൊട്ടിക്കലാശത്തിന് മുൻപുള്ള പ്രചരണത്തിന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗാണ് നേതൃത്വം നൽകിയത്. പശ്ചിമബംഗാളിൽ തൃണമൂൽ നേതാക്കൾ കൈക്കൂലി വാങ്ങുന്നതിന്റെ ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവന്നത് പ്രചരണത്തിൽ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി. കൊൽക്കത്തയിൽ മേൽപ്പാലം തകർന്നു വീണുണ്ടായ അപകടത്തിന്റെ കാരണം തൃണമൂൽ സർക്കാരിന്റെ അഴിമതിയാണെന്ന ആരോപണവും മമതയ്ക്ക് ക്ഷീണമുണ്ടാക്കി. 5 വർഷത്തെ ഭരണനേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി തൃണമൂൽ കോൺഗ്രസ് പ്രചരണം നയിക്കുമ്പോൾ മമതാ സർക്കാരിന്റെ കാലത്തെ വികസന മുരടിപ്പും കാർഷിക രംഗത്തെ പിന്നോക്കാവസ്ഥയുമാണ് ഇടതു പാർട്ടികൾ ആയുധമാക്കുന്നത്. പുരുലിയ ജില്ലയിലെ 9 മണ്ഡലങ്ങൾ, ബാങ്കുറയിൽ 3, പടിഞ്ഞാറൻ മേദിനിപൂരിൽ 6 മണ്ഡലങ്ങളിലുമാണ് 1ാം ഘട്ട തിരഞ്ഞെടുപ്പിന്റെ ആദ്യപാദത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 1ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന അസമിലെ 65 നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള പരസ്യപ്രചരണമാണ് ഇന്ന് അവസാനിക്കുക. കോൺഗ്രസ് സഖ്യവും BJP നേതൃത്വം നൽകുന്ന NDA സഖ്യവും തമ്മിലാണ് അസമിൽ പ്രധാന പോരാട്ടം. പ്രവർത്തകരുടെ ആവേശം അതിരുകടക്കാതിരിക്കാൻ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇരു സംസ്ഥാനങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മൂന്നാർ കാറ്ററിംഗ് കോളേജ് കാനഡയിലെ റോയൽ റോഡ്സ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചെലവിൽ മറ്റ് രാജ്യങ്ങളിൽ പഠിക്കാൻ അവസരമൊരുക്കുകയാണ് ലക്ഷ്യം. കൂടുതൽ തൊഴിൽ സാധ്യതകളാണ് ഇത്തരം സംരംഭങ്ങളിലൂടെ വളർന്നു വരികയെന്ന് മുൻ അംബാസഡറും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനുമായ ഡോക്ടർ TP ശ്രീനിവാസൻ അഭിപ്രായപ്പെട്ടു. കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ റോയൽ റോഡ്സ് യൂണിവേഴ്സിറ്റി പ്രതിനിധികളായ ടെഷ വെൽച്ച്, യൂജിൻ തോംലിൻസൺ, റോയൽ ഗ്രൂപ്പ് ചെയർമാൻ ടിസാൻ തച്ചങ്കരി, മൂന്നാർ കാറ്ററിംഗ് കോളേജ് ഡയറക്ടർ മേരി ടിസാൻ തച്ചങ്കരി എന്നിവർ പങ്കെടുത്തു.